നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ വെർബിൻ്റെ കുറേ ഫോം പഠിച്ചായിരുന്നു. വെർബിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ. ഇപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞൊരു വെർബാണ്. റൈറ്റിൻ്റെ അർത്ഥം എഴുതുക എന്നാണ്, പക്ഷേ എഴുതുന്നു എന്നുള്ള അർത്ഥവുമുണ്ട്. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക അല്ലെങ്കിൽ കളിക്കുന്നു, രണ്ടർത്ഥമാണുള്ളത്. സി എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ നോക്കുക, കാണുന്നു. അതുപോലെ വാക്ക് നടക്കുക, നടക്കുന്നു. ഇത് ടെൻസ് പഠിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് പറയാം. നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിൻ്റെ അർത്ഥമാണുള്ളത്. നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ടർത്ഥവും വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് റൈറ്റ്, റൈറ്റ്സ്, പ്ലേ, പ്ലേസ്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക അല്ലെങ്കിൽ കളിക്കുന്നു. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ കളിക്കുക എന്ന് പറയത്തില്ല. അല്ല, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുന്നു. പക്ഷേ റൈറ്റിന് ഒരർത്ഥം കൂടെ അധികമുണ്ട്, അതായത് എഴുതുക. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുക. റൈറ്റ്സ് എന്ന് പറഞ്ഞാലോ? എഴുതുന്നു. റൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, എഴുതുക, എഴുതുന്നു. റൈറ്റ്സിന് എഴുതുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതേപോലെ തന്നെ റൈറ്റിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്നൊരു വേർഡാണ് ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. അതുപോലെ ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ ക്വസ്റ്റ്യനായിട്ട് വരുമ്പോഴാണ് ഇത് വരുന്നത്. ഇതെന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. പ്ലേ എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് പ്ലേ ആണ്. സി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു ഡു ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഓർക്കുക. അതായത് V1ൻ്റെ കൂടെ എപ്പോഴും ഡു ഉണ്ട്. അപ്പോൾ എസ് ഉള്ളതിനകത്ത് ഡെസ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഓർക്കാൻ എളുപ്പമുണ്ട്. എസ് ഇല്ലാത്തതിൽ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്, എസ് ഉള്ളതിൽ ഡെസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെസ് പ്ലസ് റൈറ്റ്, റൈറ്റ് എന്ന് വേണം പറയാൻ. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡെസ് പ്ലസ് റൈറ്റ്, സീസ് എന്ന് പറഞ്ഞാൽ ഡെസ് പ്ലസ് സി, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അത് കഴിഞ്ഞുള്ളത് എന്ന് പറയുന്നത് റോട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസിലെ കാര്യമാണ് പറഞ്ഞത്. പ്രസൻറ്റ് ടെൻസിൽ റൈറ്റ് ഫോം, ഡു ഫോമിന് കമാൻഡിൻ്റെ ഒരു അർത്ഥം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തതെന്ന് പറയുന്നത് റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി. ഇത് പ്രസൻറ്റിൽ നടന്ന കാര്യം, ഇത് പാസ്റ്റിലെ കാര്യം. ആ പ്രസൻറ്റിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. അതുപോലെ തന്നെ ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ്, അതായത് കളിച്ചു. സിയുടെ പാസ്റ്റാണ് സോ എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് സി ആണ് സോ. അതുപോലെ വാക്ക്ഡ്, നടന്നു. ഡിഡ് പ്ലസ് വാക്കാണ് വാക്ക്ഡ്. സ്പോക്ക് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് സ്പീക്കാണ് സ്പോക്ക്. അപ്പോൾ ഇതുപോലുള്ള കുറേ വെർബ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ടെൻസിലേക്ക് കയറുന്നതിന് മുമ്പ്. അപ്പോൾ അറിയാലോ, രണ്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. എസ് ഫോമിൽ എന്താണ്? ഡെസ് ഒളിഞ്ഞിരിപ്പുണ്ട്. എസ് ഫോം അല്ലാത്തതിൽ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ റോട്ടിനകത്ത് പാസ്റ്റ് ഫോമിനകത്ത് ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ എസ് ഇല്ലാത്തതിന് രണ്ടർത്ഥമുണ്ട്, കമാൻഡിൻ്റെ അർത്ഥവും പ്രസൻറ്റിൽ നടക്കുന്ന അർത്ഥവുമുണ്ട്. ഇതിനകത്തോ കമാൻഡിൻ്റെ അർത്ഥമില്ല.